ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ? വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛൻ കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കാറുകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലേക്ക്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചൂഴിഞ്ഞെന്ന് ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയത്തി എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ? ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവവും. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അതിവിടെ എനിക്ക് ഒരുപാട് കണക്കെഴുതി തീർക്കാനുള്ളതാ. അല്ല, ലൈൻ രണ്ടോന്നാ. ഇനിയിപ്പോ അവിടെ മെയിൻ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞില്ല വരൂ. ഫ്യൂസ് പോയതാന്ന് തോന്നേ. ഈ ടോർച്ചൊന്നും അടിച്ചേ. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടുത്രേ. അതുപോലെ നിഴലോ മറ്റോ കണ്ട് പേടിച്ചതാവും. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? ഏയ്, പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. ശരി. इस आदमी को इसके बारे में कुछ भी नहीं मालूम. दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक गया. है, अभी जल्दी आए ना? हाँ जरूर, अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാണ്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാനുണ്ട്. ഗുഡ് നൈറ്റ്. İnkılap zindabad! İnkılap zindabad! Sambil pikum metal kori, 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 sambil pikum. എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടും. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. 2 ദിവസമുള്ള സമരം തരും. തിരുവനന്തപുരത്തേക്ക് ആള് പോയിട്ടുണ്ട്. അതുവരെ സാറും ക്ഷമിക്കും. പണി നിന്നു പോകില്ല ഈശ്വര. എന്താ സാറേ ഈശ്വരനെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്നു പോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കാം. സമരം വേറെ, സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ ആ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് ചെന്ന് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്നത് ആ മുളകളിലല്ലേ? അഭിമാനിക്കാൻ എന്തെങ്കിലും കൂടുതൽ എന്താ വേണ്ട സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ലോ. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരും. പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനടുത്ത വർക്ക് സൈറ്റ്, അവിടെ ചെന്നാ കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ.
കുട്ടി എന്താ? അപ്പൊ മീനാക്ഷി കുട്ടി തന്നെ, എന്റെ അനിയത്തിയെ, അവളുടെ അതേ ഛായ. ഇടുവ കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം അത്രേ വരാനുണ്ട് സാർ. ഇപ്പോഴാണ് ഭാരം ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. സംഭവം ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും വാങ്ങിച്ചോ. വന്നിരിക്കുന്ന എഞ്ചിനീയറാ. മാഡം, സിമന്റ് രജിസ്റ്റർ ഒക്കെ അപ് ടു ഡേറ്റ് ആണോ? അതെ മാഡം. ഇത് എന്നത്തേക്ക് വാർക്കാൻ കഴിയും? ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. ആ, എസ്റ്റിമേറ്റ് പെടാത്ത കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് മാഡം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയച്ചിട്ടില്ലേ? ഓ മാഡം, അപ്രൂവലിന് ട്രിവാൻഡ്രത്ത് ചീഫ് ഓഫീസിൽ പോയി വരേണ്ടി വരും. അറിയാം. ഏതായാലും മിസ്റ്റർ ഹരീന്ദ്രൻ നാളെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ആ. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ? എന്തേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവാളിച്ചിട്ടുണ്ട് മുഖം. വരട്ടെ. നാടൻ പഴം അല്ലേ? ആ ഈ പറഞ്ഞുണ്ടായതാ. നല്ല മധുരം. ആ. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. इसका मतलब क्या है? ഗൃഹാതുരത്വം? ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാ നിനക്കറിയാലോ വിട്ടത്. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി പറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ അപ്പൊ മനസ്സിൽ കവിത തെളിയും. ഒരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞ് വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത. പാലക്കാട്ട് ഒരു കവി സമ്മേളനം. പേര് കേട്ട കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പ് സാറ് വന്നതിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തം. ഏത് എന്നിട്ട് കുറിച്ച്? നമ്മുടെ ONV കുറുപ്പ് സാറേ. ആ. എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചുനിശ്ശേരി പറയുമ്പോ ദേ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലുകളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിലിരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അവരത് അറിയാൻ വേണ്ട. നീ ആ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ കിടത്തക്ക താത്തി താ കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താ. നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവോ കുറച്ചെടുക്കാൻ? പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത്. ഒരു തുള്ളി പോലും ഇല്ല.
ചേട്ടനും നോക്കിയില്ല ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറ് അടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്തിരി വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? താ. ബുദ്ധിമുട്ടായി അല്ലേ? ആ കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്? ഓ ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ അമ്മാവാ, ടെറിബിൾ. പണി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടന് ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ നൈറ്റ് വർക്ക് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സ് ചെയ്യലും ഒക്കെ? അയ്യ, ആ വർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പൊരി വീണിട്ട് കുറച്ചു ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്ത് എണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തിരിച്ചു പോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം അയ്യോ അരിവ് എന്ത് ചീഞ്ഞു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയല്ലോ ഭഗവാനെ. ഒരു ഒന്ന് രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാള ഹൃത്തിലൊരു അഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും. തുടക്കത്തിൽ തന്നെ അന്ത്യവിഹ്വലതകൾ വേണ്ട. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ. അങ്ങനെ വഴിക്ക് വരട്ടെ. ആ കുളി ഇന്ന് പുറത്താക്കിയോ? ആ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൈറ്റിൽ വർക്കില്ല. ആ. ബാലുവ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന്. ആ നാട്ടുമുറാകുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീന്തി കുളിച്ചാ കിട്ടുന്ന സുഖമൊന്നും വേറെ തന്നെയാ. കൃഷിപ്പണിയുണ്ടോ? ആ അല്പസ്വല്പം. മനസ്സിന് ശരീരത്തിന് നല്ലതാ. മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത കേൾക്കണ്ട, ശത്രുക്കളുടെ അസൂയാലുക്കളുടെ മുഖം കാണണ്ട. ഞാനും കൃഷി കുറച്ച് പരീക്ഷിച്ചിരുന്നു പണ്ട് കുറച്ചു കാലം. ഞങ്ങളുടെ നാട്ടിൽ പക്ഷെ പണിക്ക് ആളെ കിട്ടൂല. അതങ്ങനെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി മതിയല്ലോ. ഇവിടെ ചില്ലറ പണിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ചിലപ്പോ മക്കളും കൂടും. ഇന്ന് കുറച്ച് വളം ഇടുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ആത്മാനുരാഗത്തിരശീല. ഒരു കവിതയാണ് ഏട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സ്.